ഇതിന് മുൻപായി വിളിച്ച പേരാണ് ഇരട്ടച്ചങ്കൻ. എന്നാ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനോട് എവിടെയെങ്കിലും ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കരയണം, അവൻ കരയണം. ആ കരയുന്നവനാണ് കമ്മ്യൂണിസ്റ്റ്. അല്ലാതെ ഞാൻ ഡബിൾ ചെങ്കനാണെന്ന് പറയുന്നില്ല. ഈ ഡബിൾ ചെങ്കനാണെന്ന് പറഞ്ഞ് കവിത എഴുതിയിരിക്കുന്ന കുറെ വിഡ്ഢികളുണ്ട് ഇവിടെ, ഇല്ലേ? കുറെ വിഡ്ഢികളുണ്ട് ഇവിടെ. ഒരു മനുഷ്യന്റെ ആ സങ്കടമില്ലാത്തത് കൊണ്ടാണ് ഫസൽ വധക്കേസ് തലശ്ശേരിയില് ആ വധക്കേസ് വന്നു. പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം ആ കേസിന്റെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രതികൾ ആരാണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയതിന്റെ ഫലമാണ് അയാൾ ഇവിടുന്ന് തളിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ മനുഷ്യൻ എന്തായാലും കൂടെ പിന്നെ ചെയ്തത് പാർട്ടി ഒന്നടങ്കം തന്നെ അയാൾ താമസിക്കുന്ന വീട് വളയാണ് ചെയ്തത്. അപ്പുറത്ത് ഒരാളെയും കൂട്ടി വന്ന് എന്ത് ചെയ്തു? അത് ഇയാളുടെ സുഹൃത്താണ്. എന്ത് ചെയ്തു? അയാൾ അടി കൊണ്ടിട്ടതിന്റെ 1ാമത്തെ മാസമാണ് കരട് തകർന്നിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മിസ്റ്റർ അസ്കർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ കിട്ടിയിരിക്കുന്ന മർദ്ദനത്തിന്റെ ഭീകരത എത്രയാണ്? അയാൾ സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണ് ആ മനുഷ്യൻ പിന്നീട് തിരിച്ചു വന്നു. സർവീസിൽ കയറി അയാൾ പിരിഞ്ഞപ്പോഴെന്തായിന്നറിയോ? അയാൾക്ക് ഇന്നും പെൻഷൻ കിട്ടിയിട്ടില്ല. ഏതോ ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യാണ് നിർഭാഗ്യവാനായ ആ പോലീസ് ഓഫീസർ, ഉത്തരവാദിത്തമുള്ള പോലീസ് ഓഫീസർ. അയാൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അയാളുടെ മുമ്പിൽ പോയി പഞ്ചഉച്ച വടക്കിയിട്ടാണ് പറഞ്ഞത്. ഓ സെക്യൂരിറ്റി ഓഫീസർ പഞ്ചഉച്ച വടക്കിയിട്ടാണ് പറഞ്ഞത്, എനിക്ക് ഒരു ശമ്പളമില്ല, പെൻഷൻ ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന്. സെക്യൂരിറ്റി ഓഫീസർ. അപ്പൊ ഈ മനുഷ്യൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ നിഷ്ഠൂരൻ പറഞ്ഞ മറുപടി എന്നാ? അത് ഞാൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞതാണ് ഒരു തവണ പറഞ്ഞത്. എന്നാ പിന്നെ അത് വേഗം നോക്കുന്നതാണ് നല്ലതെന്നല്ലേ? അല്ലേ? ഇത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കോടതി കേസെടുക്കണ്ടേ? ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസെടുക്കാൻ, പ്രഥമ ദൃഷ്ട്യ മറ്റ് സംഭവത്തിന് മേലെ കേസെടുക്കാൻ കാണിച്ചിരിക്കുന്ന കോടതിയുടെ ഉത്തരവാദിത്വം എന്തേ ഈ വിഷയത്തിനകത്ത് ഇല്ലാതെ പോയത്? ഇവിടെയാണ് നമ്മൾ പറയുന്നത് ധാർമ്മികത എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാവേണ്ടത്. ന്യായീകരിക്കുന്നവരെ ന്യായീകരിച്ചോ, പക്ഷേ ഏത് ഗതികെട്ടവനെയും ഏത് ഒരു സാമൂഹ്യ വിരുദ്ധന്റെ മാനസികാവസ്ഥയുള്ളയാളെ ഒരു വലിയ ചാനലിനകത്ത് ഇരുന്നിട്ട് ഉത്തരവാദപ്പെട്ട ചാനലിനകത്ത് നിന്ന് നമ്മൾ ന്യായീകരിക്കുമ്പോൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് സംസ്കാർ ചെയ്യുകയാണത്. ഓരോ ഇൻസിഡന്റുകൾ എടുത്തോ, ഈ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ഓരോ ആളോടും ഇയാളുടെ അപ്രോച്ച് എന്തായിരുന്നു? നിങ്ങൾ പറയല്ലോ അയാൾക്ക് അത്തരം സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന്. MBR ഞാൻ പറഞ്ഞത്, MBR പാർക്കിൻസണും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇതും വന്നു, പിന്നെ അൽഷിമേഴ്സ് വന്നു. സമ്മർദ്ദം താങ്ങാനായിട്ടായിരുന്നു വന്നത് സാധനം. 2 രോഗവും ഒരേപോലെ സാധാരണ പിടിപെടില്ല. നിസ്സഹായനായിട്ട് MBR മരിച്ചു. എത്ര പാർട്ടി സഖാക്കൾ BB ചെറിയാനെ വിളിച്ചു, ചോറിയാനെ വിളിച്ചു. എത്ര ഉദാഹരണങ്ങൾക്ക് ഞാൻ വേണം? മാത്രമോ ഈ കേരളം കണ്ട ഒന്നാം തരം തിയററ്റീഷ്യൻ, ഏറ്റവും വലിയ സംഘാടകരുമായ സഖാവ് വെളിയത്തിൽ ഇയാൾ വിളിച്ചത് എന്താ വിളിച്ചത്? അസ്കറിന് അറിയാവുന്ന എനിക്ക് അറിയില്ല. വിളിച്ചത് പ്രായമായി പോയില്ല, ഞാൻ കാണിച്ചിരുന്നത് എന്നാ പറഞ്ഞ്. വെളിയം EPA അവസാന ഘട്ടത്തിൽ നീട്ടി ഒരു അടിയെടുത്ത് 8 കഷ്ണമാണ് ഇയാൾ. അറിയോ നിങ്ങൾ? 8 കഷ്ണമായി പോയി ഇയാൾക്ക് എന്തറിയാം വെളിയത്തിനെ കുറിച്ച്? ഇയാൾക്ക് വെളിയത്തിനെ കുറിച്ച്? ഇത്രമാത്രം തെമ്മാടിത്തം ഈ പറഞ്ഞിരിക്കുന്ന വെളിയത്തോട് പോലും പറഞ്ഞിരിക്കുന്ന മനുഷ്യനോ? ഇതെല്ലാം കണ്ടും കേട്ടിട്ട് ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടാ ചരശീലയില്, കൃത്യമായി അറിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കിടന്നിരിക്കുന്ന മനുഷ്യനാണ് VS അച്യുതാനന്ദൻ. ഇയാളുടെ സംഭാവന എന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഉണ്ടായ സ്ഥലത്ത് വെച്ച് പിണറായി ഉണ്ടായത് അതിന്റെ ഉദകക്രിയ ഇയാൾ നടത്തിയിട്ട് മാത്രമേ ഇയാൾ പിൻവാങ്ങുകയുള്ളൂ. ആ ഉദകക്രിയ നടത്തുന്നതിന്റെ മുന്നോടിയായാണ്, അല്ലെങ്കിൽ അവസാന ചവിട്ടുപടി എന്ന നിലയ്ക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന നാടകം വന്നത്. ഇപ്പൊ ഈ പാർട്ടി, ഈ സംഘകാരം വന്നത്. അതായത് പറഞ്ഞത് അടുത്ത് വരുന്ന ചിരി അത് പിശാചിന്റെ ഇളിയാണ് വരുന്നത്. ആ ഇളിയാണ് 2026 നമ്മൾ കാത്തു നിൽക്കുന്നത്. അവിടെ ചരിത്രത്തിനകത്ത് ഇത്രയും വലിയ പാതകം പേറിയിരിക്കുന്ന ഒരാളെ എന്തെങ്കിലും ഞാൻ അങ്ങനെയല്ല പിടിക്കുന്നത്. എന്തെങ്കിലും ഒരു നന്മ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നന്മ? എന്റെ ഗ്രാമം പിണറായിലോട്ട് വാ, നിങ്ങളെ ഏമണി കൂട്ടിക്കൊണ്ടുവരാ. നിങ്ങൾ എന്നിട്ട് ഓലേമല ടൗണിൽ നിന്ന് താഴെ ഒന്ന് പാണ്ഡ്യാലമുക്ക് വരെ നടന്നു നോക്ക്. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും. 10 മിനിറ്റ് നടന്നു നോക്കി. അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ആളോട് സ്വകാര്യത്തിന് ഒന്ന് 2 വർത്താനം പറഞ്ഞ് തിരിച്ചു വയ്ക്കുമ്പോൾ ആളുകൾ പറയും എന്താ പറയാന്നുള്ളത്. ആളുകള് പലപ്പോഴും ഒന്നും പറയാതിരിക്കുന്നത് കൊണ്ട് അവര് ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ്. ഈ ഭയം നിർമ്മിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഭയം നിർമ്മിക്കുന്നവൻ ബഹുമാന്യനുമല്ല. മറിച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ആദരവുണ്ടാവണം, ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതുമല്ല. അത് നിർമ്മിക്കുന്നതിന് പകരം വരുമ്പോൾ തന്നെ കാലൻ വരുന്നുണ്ടെന്ന് പറയാവുന്ന ഒരു മാനസികാവസ്ഥ നിർമ്മിച്ച് നാട് ഭരിക്കുന്നവർ ആരാധനയോ? അവരൊന്നും ഒരിക്കൽ മാർക്സിസ്റ്റ് അല്ല.
അവിടെ പറയാത് നാട് വിറപ്പിക്കുന്ന ഒരിക്കലും വിപ്ലവമല്ല, വിപ്ലവമേ അല്ല അസ്കർ, അതല്ല. ആര് പറഞ്ഞു നിങ്ങളോട് അതാണ് വിപ്ലവം എന്ന്? മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ കഴിയാത്തവർ, മാന്യമായി പെരുമാറാൻ ഈ കേരളത്തിനകത്ത് ഇപ്പൊ തൊഴിൽ മേഖലയില് അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന യൂത്തിന് എത്ര ആളുകളെയാണ് ഈ മഹാഭാവി പിൻവാതിലൂടെ കൊണ്ടുപോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വേണ്ടി കയറ്റിയത്? എത്രയാണ് കയറ്റി? ഏതെങ്കിലും ഒരു ഡിവൈഫൈക്കാരുടെ അക്ഷരം ഉരിയാടിയോ? ഇവിടെ ഉരിയാടിയോ? എന്താ ഉരിയാടാതിരിക്കുന്നത്? ഈ ഉരിയാടാതിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോ എന്തില്ല തൊഴിൽ സമരങ്ങളുണ്ടോ? ഇപ്പോ ഇതൊന്നും ഇല്ലാതാക്കിയിരിക്കുന്നത് മൃതമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സൊസൈറ്റിയാക്കി ഈ കേരളത്തെ നശിപ്പിച്ചു വന്നതാണ് ഇയാൾക്കാര് വന്ന് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റാരോപണം. അത്തരം ഒരു വസ്തുതാപരമായ അവസ്ഥയെ മറികടക്കാൻ ഈ പറയുന്ന പോലത്തെ ഒരു പാട്ട് എഴുതിയിട്ട് അത് അയാൾ തന്നെ ആത്മരതിയിലൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ശരിക്കും എന്താണെന്നറിയോ? ശരിക്ക് ഒരുപക്ഷെ എഴുതിയിരിക്കുന്ന കവിയുടെ ഒരു എന്താ പറയാ മാസ്റ്റർബേഷൻ മൂഡ് മാത്രമായിരിക്കുമല്ലോ, മറ്റ് കവിഞ്ഞ് വേറൊന്നും അതിനകത്ത് ഉണ്ടാവില്ല മിസ്റ്റർ അസ്കർ. അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാൻ മാന്യമായ ഭാഷയിൽ ഇത് പറയാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞത്. ഞാനിപ്പോൾ ഈ റൗണ്ട് നിങ്ങൾക്ക് പറയാം, ഇത്രയൊന്നും ചെയ്യരുത് അസ്കറെ. വളരെ വളരെ ക്രൂരമാണ്.